വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും വിപണിയിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലടക്കം ഗാസ സമാധാന കരാറുകളുടെ ചർച്ചകൾ പുരോഗമിക്കവേ? നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഈ ഒരു ഏറ്റക്കുറച്ചിൽ പ്രകടവുമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വലിയൊരു വിൽപ്പനയാണ് ഇപ്പോൾ വിപണിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിൽപ്പനയുടെ തോത് ഉയർന്നു വരികയുമാണ്. 2 ദിവസം മുൻപ് ഏതാണ്ട് ഒരു 5000 കോടി രൂപയുടെ വിൽപ്പന നടത്തിയിരുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ 8000 കോടി രൂപയുടെ വിൽപ്പനയാണ് ഉണ്ടായത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 4 മാസത്തിനിടെ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞിരുന്നു. ഈ വിൽപ്പനയെല്ലാം മറികടക്കുന്ന തരത്തിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടായിട്ടുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുമായിരുന്നു. മാത്രമല്ല ചെറുകിട നിക്ഷേപകരും വിപണിയിൽ വളരെ സജീവമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെറുകിട നിക്ഷേപകരും വിൽപ്പനയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന വിപണിയിലെ ഈ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം വരും ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് കുറെ കൂടെ നഷ്ടത്തിലേക്ക് വിപണിയെ കൊണ്ടുപോയേക്കാം. പ്രത്യേകിച്ചും രണ്ടാം തര ചെറുകിട ഓഹരികളിലാണ് വലിയൊരു വിൽപ്പന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രകടമായിരുന്നത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് വിപണിയെ അനുകൂലമായി സ്വാധീനിച്ചേക്കാവുന്ന ഒരു ഘടകമെങ്കിൽ കൂടിയും IT മേഖലയിൽ TCSന്റെ പ്രവർത്തന ഫലം മികച്ചതായിരുന്നെങ്കിൽ HCL ടെക്നോളജീസിന്റെ പ്രവർത്തന ഫലം അത്ര മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഓഹരികളിലും വിപരീതമായ ഒരു പ്രകടനമാണ് പ്രവർത്തന ഫലത്തിന് ശേഷം ഉണ്ടായത്. വരും ദിവസങ്ങളിൽ ഒട്ടേറെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വരാനിരിക്കുന്നു. റിലയൻസ്, HDFC ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കും. ഇപ്പോഴത്തെ സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ 23,000 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനം. ആ ഒരു നിലവാരത്തിനടുത്തേക്ക് കഴിഞ്ഞ ദിവസം വ്യാപാരം എത്തിയിരുന്നു. ആ നിലവാരം ഭേദിച്ച് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും കുറച്ചു കാലത്തേക്കൂടെ ഒരു വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാം. മറിച്ച് 23,600 ഒരു പ്രതിരോധ നിലവാരമായി കാണുന്ന ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ഇന്ന് നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം.